എൻ്റെ പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അമൂല്യമായ നാമത്തിൽ നിങ്ങൾക്കെൻ്റെ സ്നേഹവന്ദനം. ഇന്ന് നാം വളരെ ആഴമേറിയതും നമ്മുടെ ആത്മീയ ജീവിതത്തിന് അത്യന്താപേക്ഷിതവുമായ ഒരു വിഷയത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്: വിശുദ്ധിയും വേർപാടും. എന്താണ് യഥാർത്ഥത്തിൽ വിശുദ്ധി? പലപ്പോഴും നമ്മൾ വിശുദ്ധിയെക്കുറിച്ച് പറയുമ്പോൾ ചില ആചാരങ്ങളെക്കുറിച്ചോ ബാഹ്യമായ ചില പ്രവൃത്തികളെക്കുറിച്ചോ മാത്രമാണ് ചിന്തിക്കാറുള്ളത്. എന്നാൽ ദൈവവചനം വിശുദ്ധിയെക്കുറിച്ച് എന്തു പറയുന്നു? വിശുദ്ധി എന്നത് ദൈവത്തിൻ്റെ അടിസ്ഥാന സ്വഭാവമാണ്. അവിടുത്തെ സത്തയാണ് വിശുദ്ധി. പാപത്തിൻ്റെ ഒരു കണിക പോലും ഇല്ലാത്ത അന്യൂനമായ പൂർണ്ണതയാണത്. പഴയ നിയമത്തിൽ ദൈവം തൻ്റെ ജനമായ ഇസ്രായേലിനോട് ഈ സത്യം ആവർത്തിച്ച് ഓർമ്മിപ്പിക്കുന്നു. ലേവ്യാപുസ്തകം 11:44-45 വാക്യങ്ങൾ ശ്രദ്ധിക്കുക. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പിൻ. നിലത്തെഴയുന്ന യാതൊരു ഇഴജാതി കൊണ്ടും നിങ്ങളെ തന്നെ അശുദ്ധമാക്കരുത്. ഞാൻ നിങ്ങളുടെ ദൈവമാകേണ്ടതിന് നിങ്ങളെ മിസ്രയീം ദേശത്തു നിന്ന് കൊണ്ടുവന്ന യഹോവയാകുന്നു. ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കണം. ഇവിടെ ദൈവം തൻ്റെ വിശുദ്ധിയെ താൻ ജനത്തിനു വേണ്ടി ചെയ്ത വിടുതലുമായി ബന്ധിപ്പിക്കുന്നു. തൻ്റെ വിശുദ്ധി കാരണമാണ് അവൻ അവരെ അടിമത്തത്തിൽ നിന്ന് വിടുവിപ്പിച്ചത്. അതുകൊണ്ട് അവരും വിശുദ്ധരായിരിക്കണം. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഈ വിളി കൂടുതൽ വ്യക്തമാകുന്നു. 1 പത്രോസ് 1:15-16 നാം വായിക്കുന്നു: നിങ്ങളെ വിളിച്ചവൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും സകല നടപ്പിലും വിശുദ്ധരായിരിക്കുവിൻ. ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കണമെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. നമ്മുടെ വിളിയുടെ അടിസ്ഥാനം തന്നെ വിശുദ്ധിയാണ്. ക്രിസ്തു നമ്മെ വീണ്ടെടുത്തത് വിശുദ്ധിയുള്ള ഒരു ജീവിതം നയിക്കാനാണ്. അപ്പോൾ ഈ വിശുദ്ധി പ്രാപിക്കുന്നതിനും നിലനിർത്തുന്നതിനും അനിവാര്യമായ ഒന്നാണ് വേർപാട്. ലോകത്തിൻ്റെ പാപകരമായ ചിന്താഗതികളിൽ നിന്നും ആചാരങ്ങളിൽ നിന്നും മോഹങ്ങളിൽ നിന്നും നാം അകന്നു നിൽക്കുന്നതിനെയാണ് ഇതർത്ഥമാക്കുന്നത്. ദൈവത്തിനായി പൂർണ്ണമായി സമർപ്പിക്കപ്പെട്ട ഒരു ജീവിതം നയിക്കുക എന്നതാണ് വേർപാട്. പഴയ നിയമത്തിൽ ദൈവം ഇസ്രായേൽ ജനത്തോട് ചുറ്റുമുള്ള ജാതികളുടെ ദുഷിച്ച വഴികളിൽ നിന്ന് വേർപെട്ട് ജീവിക്കുവാൻ കർശനമായി കൽപ്പിച്ചു. ലേവ്യാപുസ്തകം 20:26 ഇങ്ങനെ പ്രസ്താവിക്കുന്നു: ഞാൻ യഹോവ വിശുദ്ധനാകയാൽ നിങ്ങൾ എനിക്ക് വിശുദ്ധരായിരിക്കണം. ഞാൻ നിങ്ങളെ എനിക്കുള്ളവരായിരിക്കാൻ ജാതികളിൽ നിന്ന് വേർതിരിച്ചിരിക്കുന്നു. ദൈവം അവരെ തനിക്കായി വേർതിരിച്ചത് അവന്റെ വിശുദ്ധി അവർ പ്രതിഫലിപ്പിക്കേണ്ടതിന് വേണ്ടിയായിരുന്നു. പുതിയ നിയമത്തിൽ ഈ തത്വം കൂടുതൽ ശക്തമായി അവതരിപ്പിക്കുന്നു. 2 കൊരിന്ത്യർ 6:14-18 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ചും 17-ാം വാക്യം: നിങ്ങൾ അവിശ്വാസികളോട് ഇണങ്ങാത്ത ഭാരം ചുമക്കരുത്. നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്ത് കൂട്ടായ്മ? വെളിച്ചത്തിനും ഇരുളിനും തമ്മിൽ എന്താണ് പൊതുവായിട്ടുള്ളത്? ക്രിസ്തുവിനും ബലിയാലിനും തമ്മിൽ എന്ത് യോജിപ്പ്? വിശ്വാസിക്ക് അവിശ്വാസിയുമായി എന്ത് പങ്ക്? ദൈവത്തിന്റെ ആലയത്തിന് വിഗ്രഹങ്ങളുമായി എന്ത് ചേർച്ച? നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയമാണല്ലോ. ഞാൻ അവർക്കിടയിൽ വസിച്ച് സഞ്ചരിക്കും. ഞാൻ അവരുടെ ദൈവമാകും. അവർ എൻ്റെ ജനവുമായിരിക്കുമെന്ന് ദൈവം അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. ആകയാൽ അവരെ വിട്ടുപിരിഞ്ഞ് വേർപെട്ടിരിപ്പിനെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അശുദ്ധമായതൊന്നും തുടരുത്, എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊള്ളും. ദൈവം നമ്മെ കൈക്കൊള്ളണമെങ്കിൽ നമ്മൾ ഈ ലോകത്തിന്റെ അശുദ്ധിയിൽ നിന്ന് വേർപെടണം. ഇതൊരു തിരഞ്ഞെടുപ്പാണ്. ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു ഹൃദയം എടുക്കേണ്ട തിരഞ്ഞെടുപ്പ്. എന്തിനാണ് ഈ വേർപാട്? ഇത് നമ്മെ ഒറ്റപ്പെടുത്താനോ ലോകത്തിൽ നിന്ന് ഒളിച്ചോടാനോ വേണ്ടിയല്ല, മറിച്ച് ദൈവവുമായുള്ള നമ്മുടെ ബന്ധം ആഴപ്പെടുത്താനും അവിടുത്തെ മഹത്വം നമ്മുടെ ജീവിതത്തിലൂടെ പ്രകാശിക്കാനും വേണ്ടിയാണ്. നാം ദൈവത്തിനായി വേർപെട്ട് ജീവിക്കുമ്പോൾ ദൈവം നമ്മോടൊപ്പം വസിക്കുന്നു. അവൻ നമ്മെ തൻ്റെ പ്രിയപ്പെട്ട മക്കളായി അംഗീകരിക്കുന്നു. 2 കൊരിന്ത്യർ 6:18 ഇത് കൂടുതൽ വ്യക്തമാക്കുന്നു: ഞാൻ നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരുമായിരിക്കുമെന്ന് സർവശക്തനായ കർത്താവ് അരുളി ചെയ്യുന്നു. ഇതൊരു വലിയ വാഗ്ദാനമാണ്. ഒരു പിതാവിന്റെ സ്നേഹവും ഒരു മകന്റെയോ മകളുടെയോ സ്ഥാനവുമാണ് ഇതിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ദൈവം തൻ്റെ ജനത്തെ വേർതിരിച്ചെടുത്തത് അവരിലൂടെ ലോകം തൻ്റെ വിശുദ്ധി അറിയാൻ വേണ്ടിയായിരുന്നു. ഇന്ന് സഭ എന്ന നിലയിൽ നമ്മളും ദൈവത്തിനായി വേർപെട്ടവരാണ്. ലോകത്തിന് ക്രിസ്തുവിനെ കാണാൻ കഴിയുന്നത്
നമ്മുടെ വിശുദ്ധിയിലൂടെയാണ്. എങ്ങനെയാണ് നമുക്ക് വിശുദ്ധരും വേർപെട്ടവരുമായി ജീവിക്കാൻ സാധിക്കുക? ഇതൊറ്റ രാത്രി കൊണ്ട് സംഭവിക്കുന്ന ഒരു കാര്യമല്ല, മറിച്ച് നിരന്തരമായ ഒരു പ്രക്രിയയാണ്. ഒന്നാമതായി ദൈവവചനത്തിൽ വിശ്വസിക്കുക. സങ്കീർത്തനം 119, 105 പറയുന്നു, നിന്റെ വചനം എൻ്റെ കാലിനു ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു. ദൈവവചനം വായിച്ച് ധ്യാനിക്കുന്നത് നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കുകയും ദൈവീക ചിന്താഗതിയിലേക്ക് നമ്മെ നയിക്കുകയും ചെയ്യുന്നു. യോഹന്നാന്റെ സുവിശേഷം 17:17 യേശു പ്രാർത്ഥിച്ചു, സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ, നിന്റെ വചനം സത്യമാകുന്നു. രണ്ടാമതായി നിരന്തരമായ പ്രാർത്ഥനയിൽ ഏർപ്പെടുക എന്നുള്ളതാണ്. പ്രാർത്ഥനയിലൂടെ നാം ദൈവവുമായി ബന്ധപ്പെടുന്നു. ദൈവവുമായിട്ടുള്ള ഈ കൂട്ടായ്മ നമ്മെ പാപത്തിൽ നിന്ന് വിടുവിപ്പിക്കാനും വിശുദ്ധിയിൽ നിലനിൽക്കാനും പ്രലോഭനങ്ങളെ അതിജീവിക്കാനും ശക്തി നൽകുന്നു. 1 തെസ്സലോനിക്കർ 5:17 ഇടവിടാതെ പ്രാർത്ഥിപ്പിൻ എന്ന് പറയുന്നു. മൂന്നാമതായി പരിശുദ്ധാത്മാവിനാൽ നിറയുക എന്നുള്ളതാണ്. വിശുദ്ധിയും വേർപാടും നമ്മുടെ സ്വന്തം ശക്തിയാൽ നേടാൻ കഴിയുന്ന ഒന്നല്ല. പരിശുദ്ധാത്മാവാണ് നമ്മെ വിശുദ്ധീകരിക്കുകയും പാപത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തുകയും ദൈവീക സ്വഭാവത്തിലേക്ക് നമ്മെ രൂപാന്തരപ്പെടുത്തുകയും ചെയ്യുന്നത്. യോഹന്നാന്റെ സുവിശേഷം 16:8, റോമ 8:13, ഗലാത്യ 5:16 നമുക്ക് കാണാൻ കഴിയും. നാലാമതായി ക്രിസ്തീയ കൂട്ടായ്മയിലായിരിക്കുക എന്നുള്ളതാണ്. ഹെബ്രായർ 10:24-25 നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നത് സ്നേഹത്തിനും സൽപ്രവർത്തികൾക്കും ഉത്സാഹിപ്പാൻ അന്യോന്യം സൂക്ഷിച്ചുകൊള്ളുക. ചിലർക്ക് പതിവുള്ളതുപോലെ നമ്മുടെ സഭായോഗം ഉപേക്ഷിക്കാതെ അന്യോന്യം പ്രബോധിപ്പിക്കുക. വിശേഷാൽ ആ ദിവസം സമീപിക്കുന്നു എന്ന് കാണും തോറും വിശ്വാസികളുമായുള്ള കൂട്ടായ്മ നമ്മെ പരസ്പരം താങ്ങുകയും പ്രോത്സാഹിപ്പിക്കുകയും വിശുദ്ധിയിൽ വളരാൻ സഹായിക്കുകയും ചെയ്യുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവ് ആസന്നമായിരിക്കുന്നു. ആ വരവിനായി നാം വിശുദ്ധരായിരിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ ലോകത്തിന്റെ മോഹങ്ങളിൽ നിന്ന് വേർപെട്ട് ദൈവത്തിനായി വിശുദ്ധിയിൽ ജീവിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം. നമ്മുടെ ഓരോ നിമിഷവും, ഓരോ പ്രവൃത്തിയും, ഓരോ ചിന്തയും അവന് പ്രസാദകരമായ ഒരു യാഗമായി മാറട്ടെ. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. അവന്റെ കൃപയും സമാധാനവും നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ.